ഹലോ, ഇന്ന് എൻ്റെ ഒരു ഓണം ഡേ കണ്ടാലോ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാനും അതോട്ടനും വിലാത്തുകുളം അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. ഇന്നത്തെ ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു അമ്പലത്തിലൊക്കെ പോയിട്ട് എത്രയോ ഇയേഴ്സ് ആയി കേട്ടോ. അമ്പലത്തിന്റെ പേര് പോലെ തന്നെ അമ്പലത്തിനോട് ചേർന്ന് ഒരു വലിയ കുളമൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ചു നേരം കുളത്തിലേക്കൊക്കെ നോക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ 2-3 ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോകുന്ന വഴി ഞാൻ കുറച്ച് മാവിലൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അത് പൊടിച്ച് വന്നപ്പോഴേക്ക് അതോട്ടം പൂക്കള ഇട്ട് തുടങ്ങി. എത്രയോ കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു കാഴ്ച ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇക്കൊല്ലത്തോണം അടിപൊളിയായിരുന്നു. ഞാൻ പിന്നെ വല്യച്ഛൻ്റെ വീട്ടിൽ പോയി പൂക്കളിട്ട് അത് നൈസായിട്ടൊന്ന് കൊളായിട്ടുണ്ട്. തിരിച്ചു വന്നപ്പോഴേക്ക് അതുകൊണ്ട് വീട്ടിലെ പൂക്കളൊക്കെ നൈസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുറത്ത് പൂക്കളിടാൻ വേണ്ടി വരച്ച കോലാണ് നിങ്ങളീ കാണുന്നത്. അത് പക്ഷെ ഇത്രയും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. ബാംഗ്ലൂർ ആയതുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് പൂക്കളോ ഓണപരിപാടി ഒന്നും ഇല്ലായിരുന്നേ. കഴിഞ്ഞ കൊല്ലത്തോണത്തിന് ഞാൻ ഒറ്റയ്ക്കാണേ പൂക്കളം ഇട്ടതും സദ്യ വെച്ചതൊക്കെ. അത് വെച്ച് നോക്കുമ്പോൾ ഈ കൊല്ലത്തോണം നല്ല ബെറ്ററാണ്. പിന്നെ ബാക്കിയുള്ള കുറച്ച് പൂ വെച്ച് ഞാൻ പൂക്കളം ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്ക് ഹെൽപ്പിന് ഞാൻ ഒരാളെ കൂടെ വിളിച്ചു. പക്ഷെ ആൾക്ക് പണിയെടുക്കാൻ മടിയായതുകൊണ്ട് ആള് പെട്ടെന്ന് പോയി. അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അച്ഛനൊരേ നിർബന്ധം വീടിന്റെ പേര് കൂടി പൂക്കളത്തിൽ എഴുതണമെന്ന്. അങ്ങനെ ഹാപ്പി ഓണം സോപാനം എന്നൊക്കെ എഴുതി നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നേ. എങ്ങനെയുണ്ട് എൻ്റെ പൂക്കളം അത് നിങ്ങൾ പറയണേ. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞാൻ സദ്യയുടെ പരിപാടിയിലേക്ക് പോയി. ഓൾമോസ്റ്റ് എല്ലാം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊരു മലബാർ സ്റ്റൈൽ സദ്യയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇലയിലൊരു നോൺ വെജ് നിർബന്ധം. അങ്ങനെ നമ്മുടെ നല്ല ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇലയിട്ടു, ശർക്കരപ്പേരി വെച്ചു, പിന്നെ നൈസിലൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ സദ്യയോടെ നല്ല സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സദ്യയായിരുന്നേ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹെൽപ്പ് ചെയ്യാത്ത ആൾക്ക് ഞാൻ കുറച്ച് സദ്യ കുഴച്ചു കൊടുത്തു. സാധനം വെക്കുന്നാണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആർക്കാ കൊടുക്കുന്നതെന്നുള്ളത്. അങ്ങനെ ഓണമൊക്കെ ഒന്ന് സൈഡായപ്പോൾ നമ്മൾ ഈവനിങ് ലോക കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മൂവി. ഭയങ്കര എന്റർടൈനിങ് ആണ്. നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തോ ഒരു എലമെന്റ് ഈ ഫിലിമിലുള്ള പോലെ എനിക്ക് തോന്നി. കല്യാണി പ്രിയദർശനൊന്നും ഒരു രക്ഷയില്ല. അങ്ങനെ പടമൊക്കെ കണ്ട് വീട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ കല്യാണി പ്രിയദർശൻ ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ ഇക്കൊല്ലത്തോണം ഇന്നത്തെ ദിവസം. ഓക്കെ, ബൈ.